മിയ അല്ല ഋത്തിക. അല്ല ഫേസ് കാണുമ്പോഴേ ഞാൻ വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞില്ലേ ഒരു മിയയുടെ ഒരു ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? മുന്നേ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് റെഗുലർ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ മിക്ക കമന്റ്സും മിയയുടെ ഫേസ് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതോ മിയ ആയിട്ടാണോന്നല്ലോ ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അത്രയ്ക്കില്ല, പക്ഷെ ഫേസ് കട്ട് ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് മിയയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാൻ ശ്രമിക്കാൻ എന്താ വെച്ചാൽ എല്ലാരും പറഞ്ഞല്ലോ. ഒത്തിരി ആഗ്രഹമുണ്ട്, ബിക്കോസ് ഈ സിമിലാരിറ്റി നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയില്ലല്ലോ. അപ്പം ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും വെച്ച് കാണുമായിരിക്കും. നല്ലൊരു നർത്തകിയാണെന്നറിയാം. ഡാൻസ് സ്കൂളുണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ. സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഋതിക പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് 20, 25, 30 വയസ്സുള്ളവരല്ല, 60 വയസ്സ് പ്രായമുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും അവരെ കണ്ട് നമ്മളാണ് ശരിക്കും ഇൻസ്പയർഡ് ആവേണ്ടത്. ഒരു ഏജിനൊന്നും ഒരു ബാരിയറും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ പോലുള്ളവർക്ക് മടിയാണ് ശരിക്കും ക്ലാസ്സിൽ വന്നിട്ട്. ജസ്റ്റ് നമ്പർ. അപ്പോൾ ഇപ്പൊ അമ്മയാണ് മെയിൻ ആയിട്ട് ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത്. അമ്മ ഇല്ലാത്തപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ശരിക്കും ഞാൻ. ഇപ്പൊ കഥക്കാണ് ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രോഗ്രാമാണ് 26th ആൻറ്റിക്ക്. അപ്പൊ ആൻറ്റി ഭരതനാട്യം ഒരു ഐറ്റം പഠിക്കുകയാണ്. വരുന്നു, ടീച്ചറെ കറക്റ്റ് ചെയ്യുന്നു, അമ്മ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ദിവസം അമ്മ കളിക്കുന്നത് വീഡിയോ എടുത്ത് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത് പക്കയാക്കിയിട്ട് അടുത്ത ക്ലാസ്സിന് വരണേ. അപ്പൊ നമുക്ക് വേറെ കറക്ഷൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഇപ്പൊ പോകുന്ന ആള് അതാണ് ഭയങ്കര ഇൻസ്പയർഡ് ആവും. ഹസ്ബൻഡ് അതിനേക്കാളും വലിയ ഡെഡിക്കേഷൻ ആണല്ലേ. ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആ അവരുടെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കലയോടുള്ള ഡാൻസിനോടുള്ള ഒരു സന്തോഷമായിരിക്കും. പക്ഷെ അത് പഠിപ്പിക്കുമ്പോൾ അമ്മയ്ക്കുള്ളൊരു സന്തോഷം അല്ലേ? ഋതിക കാണാറുണ്ടോ അങ്ങനെ? തീർച്ചയായും. അമ്മ അവർ കളിച്ചാലല്ലേ നമുക്ക് ഇനിയും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മ ലൈക്ക് ആന്റി വന്നു എന്ന് അറിയുമ്പോൾ തന്നെ കളിച്ചെന്ന് പറഞ്ഞാൽ ഇനിയും പഠിപ്പിക്കാനുള്ള ഒരു ഹോംവർക്ക് ചെയ്തു വരുന്നല്ലേ? തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ഇപ്പം സീരിയൽ രംഗത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഞാൻ ഋതികയെ കുറിച്ച് അറിഞ്ഞത് ഭയങ്കര വികൃതിയാണെന്ന് അറിഞ്ഞത്. ആണോ? ലൊക്കേഷനിൽ നാം അടച്ചു വെച്ചിട്ടുള്ള സംഭവം ഇല്ല, ഇങ്ങനെ ബളബളാ സംസാരിച്ചോണ്ടിരിക്കുന്നു. കറക്റ്റാണോ? അത്രക്കില്ല, ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആണ്. പറഞ്ഞ ആള് ആളെ പറയത്തില്ല, അത് പറയത്തില്ല. എന്നാലും അങ്ങനെ ചോദിച്ചാൽ കംഫർട്ട് സോൺ ആണെങ്കിൽ ഞാൻ വാടക്കില്ല. കംഫർട്ട് സോൺ അല്ലെങ്കിൽ അറിയാലോ നമ്മൾ ഓഫ് ആയിരിക്കും. കംഫർട്ട് സോൺ ആണെങ്കിൽ അടയ്ക്കാറില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ ആള് ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു, അതാ പറഞ്ഞത്. എന്തിനെ കുറിച്ചായിരിക്കും ഈ ചർച്ചകൾ കൂടുതലും ലൊക്കേഷനിലൊക്കെ ഇരിക്കുമ്പോൾ? ഫുഡിന്റെ കാര്യം മെയിൻ ആയിട്ട്. ഞാൻ നല്ല ഫുഡിയാണ്, പുതിയ ഫുഡ് എക്സ്പ്ലോർ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് പോയി നോക്കാം എന്ന് പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചുള്ള ഗോസിപ്സ് ആയിരിക്കും. നമ്മളെല്ലാരും ഗോസിപ്പ് ഇഷ്ടപ്പെടും. പിന്നെ അല്ലാതെ അതിൽ കൂടെ പറഞ്ഞ ആള് മോശമല്ല. അപ്പൊ അതുകൊണ്ട് മിക്കവാറും പേര് പറയുന്നില്ല, ഇത് കഴിഞ്ഞ് എനിക്ക് അടി കിട്ടും അങ്ങനെ. അപ്പം അത് രസമാണ്. പിന്നെ ഈ സെറ്റില് പറയുന്ന രസമാണോ? അങ്ങനെയല്ല, നല്ല ഹെൽത്തി രീതിയിലുള്ള അങ്ങനെയല്ല എന്താ പറയാ, തള്ളുണ്ടോ? വേണ്ടി വന്നാ തള്ളും. എനിക്കില്ല. എന്തിനെ കുറിച്ചൊക്കെയാ തള്ളാറുള്ളത്? അത് സിറ്റുവേഷൻ പോലെ ഇരിക്കും. അത് റിഗാർഡിംഗ് ടോപ്പിക്. ഓക്കെ, റിഗാർഡിംഗ് ഫോർ ടോപ്പിക് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് എൻ്റെ വീട്ടിൽ ബെൻസ് ഉണ്ട്. അപ്പൊ ഉള്ളിൽ എന്തെങ്കിലും ഒരു എന്റെ വീട്ടിൽ ബെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ എന്റെ അമ്മാവന്റെ വീട്ടിലും ബെൻസ് ഉണ്ട്. എന്റെ നാട്ടിൽ 2 ബെൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത്രേ ഉള്ളൂ. നാട്ടിൽ 2 ബെൻസ് ഉണ്ട്. അങ്ങനെ വീട്ടിലോട് പറയത്തില്ല. വീട്ടിൽ വരുമ്പോ അറിയാലോ ബെൻസ് ഉണ്ട്. അല്ല, നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ വീട്ടിൽ വരുന്നില്ലല്ലോ. എപ്പോ വേണേലും കാണാം. അപ്പൊ കാണാൻ പറ്റാത്ത സാഹചര്യം നോക്കി വേണം. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് മിയ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മിയയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത്, എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ളത്. അത് പട്ടാഭിരാമൻ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു എന്താണ് ഒരു തീക്ഷ്ണത കണ്ണില്. ഇങ്ങോട്ടേക്ക് അടുത്തോട്ടേക്ക് വരുമ്പോഴേ ഈ ഡാൻസിൽ കുറച്ച് മുദ്രകളുണ്ടല്ലോ, ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന ഫേസിൽ എക്സ്പ്രഷൻ ഉള്ളത് നമുക്ക് കാണിക്കാമോ? ഇഷ്ടമുള്ള, അതായത് ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണ്, ഡാൻസിലൂടെ സ്നേഹം അറിയിക്കുകയാണ്. അത് നമ്മുടെ ഫേസിലും കണ്ണിലും ഒക്കെ വരണം. ലവ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. സിറ്റുവേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ നമ്മൾ ഈ ദൂത് അയക്കുമല്ലോ, ഈ ലെറ്റർ നമ്മളിങ്ങനെ കാത്തിരിക്കുമല്ലേ, അങ്ങനെ എന്തെങ്കിലും കുറിച്ച് സംഭവിച്ചില്ല. ദൂതുണ്ടോ? മറ്റേ നമുക്ക് ഇമാജിൻ ചെയ്യാലോ. അല്ല, ഇമാജിൻ എന്ന് പറഞ്ഞാൽ ഡാൻസിലൂടെ കാണിക്കുമെന്ന് വെച്ചു. ഓക്കെ.
കൊടുത്തു വിട്ടോ? ഇതേ Thank you. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ജനറേഷൻ ലെറ്റർ ആണെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തോട്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അടിപൊളി. അത് പാട്ടും കൂടെ ഉണ്ടപ്പം നല്ല രസമായിരിക്കും അല്ലേ? എത്ര വർഷമായി ഡാൻസ് പഠിക്കുന്നുണ്ട്? LKG കഴിഞ്ഞു, UKG ആയതിൻ്റെ അരങ്ങേറ്റം. അതായത് അപ്പൂപ്പന് വയ്യാതായപ്പോൾ അപ്പൂപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. നല്ല ഗുണ്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓടാനൊന്നും പറ്റൂല. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ തൊഴിൽ നിൽക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. മൂകാംബികയെ വെച്ചായിരുന്നു അരങ്ങേറ്റം. അതും ഞാൻ ബേസിക് അളവ് അമ്മയുടെ അടുത്ത് പഠിച്ചിട്ടല്ല ഞാൻ കയറുന്നത്. എനിക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. ക്ലാസ്സിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ വന്നാൽ എനിക്ക് അതിനേക്കാളും നന്നായിട്ട് കളിക്കണം. അതിന് വേണ്ടി ഞാൻ പെർഫോം ചെയ്യും. അപ്പോൾ ഒരു 4ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് ആ ടൈമിലൊക്കെയാണ് ഞാൻ ബേസിക് അടവ് തൊട്ട് അമ്മയുടെ അടുത്ത് പഠിച്ചു തുടങ്ങിയത്. പക്ഷേ അപ്പം കാരണം വണ്ണം കുറഞ്ഞില്ലേ? പിന്നെ ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് ഈ സീരിയലിൽ മുമ്പ് ആ ക്യാരക്ടർ അതേപോലെ പോണ്ടേ? അപ്പം എങ്ങനെയാണ് ബോഡി ഇരിക്കുന്നത് അതുപോലെ തന്നെ പോണ്ടേ? ഇപ്പോൾ ഒരു മുടി മാറിയാൽ പോലും ഇപ്പം ആൾക്കാർ കുറ്റങ്ങൾ മെസ്സേജിലൂടെ അയക്കുന്ന സമയങ്ങളാണ്. അപ്പം അന്നേരം അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഞാൻ ഈ സീരിയൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ കയറുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എൻ്റെ എൻട്രി. ഞാൻ പ്രിപ്പയർഡേ അല്ല. നമ്മളെപ്പോഴും ഹെയർ സ്മൂത്തിങ് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കാത്തൊരു സമയത്താണ് എനിക്ക് കോള് വരുന്നത്. എനിക്ക് എന്ത് ചെയ്യണം എന്നാണ്, അടുത്തേക്ക് നാളെ വരണം, നാളെ ഫ്രീ ആണോ, ഇത്ര മണിക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കണത്. ഇതിലേക്ക് ആദ്യത്തെ എങ്ങനെ അത് ആരാണ് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചത്? മൗനരാഗം എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് അല്ല. ഇതിലേക്ക് ജോസേട്ടനാണ് എന്നെ വിളിക്കുന്നത്. അതെ, ചേട്ടനാണ്. എന്നോ ഞാൻ അയച്ച പ്രൊഫൈലാണ്. പക്ഷെ വിളിക്കുന്ന പോലെ വിചാരിച്ചില്ല. ഓഡീഷൻസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് ഈ കോള് വന്നത്. അതുകൊണ്ട് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒന്നും ചെയ്തില്ല. അപ്പം എൻ്റെ റൂട്ട്സ് ഒക്കെ എനിക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ അങ്ങനെ പോയി അഭിനയിച്ച് വന്നു. ഓക്കെ, ഫസ്റ്റ് ഷെഡ്യൂൾ അങ്ങനെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സെക്കൻഡ് തൊട്ട് ഐ ട്രൈഡ് കെയറിങ് എവറിത്തിങ്. പിന്നെ ഞാൻ ഓരോ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതൊരു റീപ്ലേസ്ഡ് ക്യാരക്ടറും കൂടെ ആയിരുന്നു. അതെ, ആദ്യം ചെയ്ത് വെച്ച് അറിയാലോ, ഒരു ഫിഗർ അവര് ഉണ്ടാക്കി വെക്കും ആ ക്യാരക്ടറിനെ. നമുക്കിപ്പോ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഭയങ്കര എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ഏറ്റെടുത്തത് ഞാനായിരിക്കും. ഞാൻ ഇത് വന്നിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ അത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോമാണ്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. പിന്നെ ഫുൾ പ്രേക്ഷകർ നമ്മളെ ഇത്രയും ദിവസം അറിയാത്തവരൊക്കെ നമ്മൾ അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ വന്നിട്ട് ഈ കുട്ടിക്ക് അത്രയും ഫാൻ ബേസും എല്ലാം കഴിഞ്ഞ് പോയിട്ട് ഞാൻ എൻട്രി ആകുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ആൾക്കാർ എന്നെ സ്വീകരിക്കൂ ഇല്ലെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നൊരു മുഖം മാറുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പേടിച്ച് കയറി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ അമ്മ പറയാതിരിക്കാൻ പോയി. പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്തു. എൻ്റെ വീട്ടിലും പറഞ്ഞു നോക്കണ്ട, അതെന്തോ പറയട്ടെ, നോക്കണ്ട. ഇപ്പം അറിയുന്നവർക്ക് എന്നെ വീട്ടിൽ വന്ന് അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് മിറാക്കിളാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെന്നെ വീണ്ടും വീട്ടിലെ കുട്ടികളൊക്കെ പോലെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അല്ല, ആദ്യത്തെ ഒരാഴ്ച എന്തായാലും സ്വീകരിക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ കമന്റ് നോക്കാൻ പോകാറില്ല, വേറെ കാര്യം പറയുന്നവര് പറയട്ടെ. അതെ, ഡസന്റ് മാറ്റർ. നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂഡ് ഔട്ട് ആവും. നമ്മൾ വി ഡിസൈഡ് ദ വൈബ്. അതെ തീർച്ചയായിട്ടും. അതെ.